സ്വാഗതം. നമ്മളിന്ന് ഒരു സിനിമാ പഠന സഹായിയുടെ 1ാം മൊഡ്യൂളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലുകയാണ്. സിനിമയ്ക്ക് അതിൻ്റെതായ ഒരു ഭാഷയുണ്ടല്ലോ, അത് മനസ്സിലാക്കലാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. തീർച്ചയായും. ചിലപ്പോൾ നിങ്ങളൊരു സിനിമാ വിദ്യാർത്ഥിയായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയാ, സിനിമയെ കൂടുതൽ ആഴത്തിൽ അറിയാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അപ്പോൾ സിനിമ കാണുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്ന ചില ടെക്നിക്കുകളും വാക്കുകളും അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഓക്കെ, നമുക്കിതൊന്ന് വിശദമായി നോക്കിയാലോ? ഓക്കെ. ഈ അടിസ്ഥാന കാര്യങ്ങൾ അറിയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആസ്വാദനത്തെ നന്നായിട്ട് മാറ്റും. അതെ അതെ. കാരണം നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ ഫ്രെയിമിന് പിന്നിലും ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ സിനിമ ശരിക്കും വേറൊരു അനുഭവമാവും. അതെ. അപ്പോൾ ആദ്യത്തെ പ്രധാന ആശയത്തിൽ നിന്ന് തുടങ്ങാമല്ലേ? മീസാൻ സീൻ, മൈസൻ സീൻ. ഇതൊരു ഫ്രഞ്ച് വാക്കാണല്ലേ? അതെ, ഫ്രഞ്ച് വാക്കാണ്. പെടുത്തുന്നത് എന്നോ മറ്റോ ആണ് അർത്ഥമെന്ന് കേട്ടിട്ടുണ്ട്. സിമ്പിളായി പറഞ്ഞാല് ഒരു ഷോട്ടിൽ നമ്മൾ കാണുന്നതെല്ലാം, അതാണോ മീസാൻ സീൻ? കൃത്യമാണ്. ഒരു ഫ്രെയിമിനുള്ളിലെ എല്ലാ ദൃശ്യഘടകങ്ങളും അതെല്ലാം ചേർന്നതാണ് മീസാൻ സീൻ. ഓക്കെ. സിനിമയുടെ മൊത്തത്തിലുള്ള ഒരു ദൃശ്യലോകം, ഒരു വിഷ്വൽ വേൾഡ് ഉണ്ടാക്കുന്നത് ഈ മീസാൻ സീനാണ്. ഇതിൽ പല കാര്യങ്ങളും വരും. എന്തൊക്കെയാണത്? പ്രധാനമായിട്ട് ഒന്ന് സെറ്റ് ഡിസൈനും പ്രോപ്സും. സെറ്റ് ഡിസൈൻ ആൻഡ് പ്രോപ്സ്, അതായത് ആ രംഗത്തിന്റെ പശ്ചാത്തലം, അതിലെ സാധനങ്ങൾ. ഒരു കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥ കാണിക്കാൻ ചിലപ്പോൾ ഒരു അലങ്കോലപ്പെട്ട മുറി മതിയാവും. ശരിയാണ്. ഉദാഹരണത്തിന് ആ പഴയ ജർമ്മൻ സിനിമയില്ലേ ദി ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗാരി, ഓർക്കുന്നുണ്ടോ? കേട്ടിട്ടുണ്ട്. അതിലെ സെറ്റുകൾ കണ്ടിട്ടില്ലേ? ഭയങ്കര വളഞ്ഞും പൊളഞ്ഞുമൊക്കെ ഇരിക്കുന്നത്. അത് ശരിക്കും ആ സിനിമയിലെ ഭ്രാന്തും ഭയവും കാണിക്കാൻ വേണ്ടിയാണ്. ശരിയാണ്. ആ സിനിമയുടെ ലുക്ക് തന്നെ വല്ലാത്തൊരു ഡിസ്റ്റർബിംഗ് ഫീലാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ലൈറ്റിംഗ്, അല്ലേ? തീർച്ചയായും, ലൈറ്റിംഗ്. വെളിച്ചം കൊണ്ട് എന്തുമാത്രം മൂഡ് മാറ്റാൻ പറ്റും. നല്ല തെളിച്ചമുള്ള ലൈറ്റ് ചിലപ്പോൾ സന്തോഷം തരും. പക്ഷെ ഷാഡോകൾ, നിഴലുകൾ, അതിന് ഭയങ്കര നിഗൂഢത, പേടി, ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഹൊറർ സിനിമകളിലെ സ്ഥിരം പരിപാടിയാണല്ലോ ഇത്. അതെ അതെ. ലൈറ്റിംഗ് കഥാപാത്രങ്ങളെ ഹൈലൈറ്റ് ചെയ്യാനും മറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കാം. ഭയങ്കര പവർഫുൾ ടൂളാണ്. അടുത്തത് കോമ്പോസിഷൻ. ഫ്രെയിമിനുള്ളിൽ ആളുകളെയും വസ്തുക്കളെയും എങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നു എന്നത്. വളരെ ബാലൻസ്ഡ് ആയ ഒരു ഫ്രെയിം കാണുമ്പോൾ നമുക്കൊരു ശാന്തത തോന്നും. പക്ഷേ അൺബാലൻസ്ഡ് ആണെങ്കിൽ ഒരു പിരിമുറുക്കം, ഒരു ടെൻഷൻ ഫീൽ ചെയ്യും. അപ്പോ വെറുതെ ആളുകളെ നിർത്തിയിരിക്കുന്നതല്ല, അതിനും ഒരു കണക്കുണ്ട്. ഉണ്ട്. കാഴ്ചക്കാരന്റെ കണ്ണ് എങ്ങോട്ട് പോകണമെന്ന് പോലും ഇത് വെച്ച് കൺട്രോൾ ചെയ്യാം. ഇൻട്രസ്റ്റിംഗ്. പിന്നെ വസ്ത്രാലങ്കാരവും മേക്കപ്പും, ഇത് കുറച്ചുകൂടി ഡയറക്റ്റ് ആണ്, അല്ലേ? അതെ, താരതമ്യേന എളുപ്പത്തിൽ മനസ്സിലാകും. ആളുടെ ജോലി, സ്വഭാവം, സോഷ്യൽ സ്റ്റാറ്റസ്, ഇതൊക്കെ വേഷത്തിൽ നിന്ന് കിട്ടും. പിന്നെ ഒടുവിൽ, പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അഭിനയം, ആക്ടിംഗ്. അഭിനയശൈലി. അതെ, അഭിനയശൈലി. ഇന്ന് നമ്മൾ കാണുന്ന മിക്ക സിനിമകളും ഒരു റിയലിസ്റ്റിക് സ്റ്റൈലാണ് പിന്തുടരുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള അഭിനയം. ശരിയാണ്. പക്ഷെ ചിലപ്പോൾ ചില പ്രത്യേകതരം സിനിമകളിൽ കുറച്ചുകൂടി സ്റ്റൈലൈസ്ഡ് ആയ അല്ലെങ്കിൽ ഓവറായ അഭിനയം കാണാം. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം സെറ്റ്, പ്രോപ്സ്, ലൈറ്റിംഗ്, കോമ്പോസിഷൻ, കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, അഭിനയം, ഇതെല്ലാം ചേരുമ്പോഴാണ് ഒരു രംഗത്തിന്റെ മീസാൻ സീൻ പൂർണ്ണമാകുന്നത്. ഓക്കെ. ഇവയൊന്നും ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിൽക്കുന്നവയല്ല. എല്ലാം ഒരുമിച്ച് പ്രവർത്തിച്ചാണ് സിനിമയുടെ ആ ഒരു ദൃശ്യാനുഭവം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർന്നാണ് സിനിമയുടെ ഒരു ലുക്ക് ആൻഡ് ഫീൽ ഉണ്ടാകുന്നത് എന്ന് പറയാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. അടുത്ത ടെക്നിക്ക് ലോങ് ടേക്ക്. ലോങ് ടേക്ക്. ഒറ്റ ഷോട്ടിൽ കട്ട് ചെയ്യാതെ മിനിറ്റുകളോളം പോകുന്ന സീനുകൾ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് ഷൂട്ട് ചെയ്യാൻ എന്തുമാത്രം പണിവെട്ടിക്കുണ്ടാവുമെന്ന്. അതെ, ലോങ് ടേക്ക് സാങ്കേതികമായും കലാപരമായും ഭയങ്കര വെല്ലുവിളി നിറഞ്ഞ ഒന്നാണ്. അതിന്റെ ഉദ്ദേശം പലതാവാം. എങ്ങനെയൊക്കെ? ചിലപ്പോൾ ആ രംഗം അത് യഥാർത്ഥ സമയത്തിൽ റിയൽ ടൈമിൽ നടക്കുന്നു എന്ന് നിങ്ങളെ അനുഭവിപ്പിക്കാനാവാം. ഒരു ഡോക്യുമെന്ററി ഫീല്. അതെ. അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായ ടെൻഷൻ ബിൽഡ് ചെയ്യാൻ, ഒരു സസ്പെൻസ് ഉണ്ടാക്കാൻ. ഹിച്ച്കോക്കിന്റെ റോപ്പ് എന്ന സിനിമയിലെ കേട്ടിട്ടുണ്ട്. അത് ഏകദേശം മുഴുവനായും ലോങ് ടേക്കുകൾ എഡിറ്റ് ചെയ്ത് ഒറ്റ ഷോട്ട് പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ശരിയാണ്. പിന്നെ ടച്ച് ഓഫ് ഈവിളിലെ ഓപ്പണിംഗ് ഷോട്ട്, അതും ഭയങ്കര ഫേമസ് അല്ലേ?
അതെ, ഓർസൺ വെൽസിന്റെ ടച്ച് ഓഫ് ഈവിളിലെ ആ ആദ്യത്തെ ഷോട്ട് ലോങ് ടേക്കിന്റെ ഒരു ക്ലാസിക് ഉദാഹരണമാണ്. ഒരു ബോംബ് വെക്കുന്നതും കാർ യാത്ര ചെയ്യുന്നതുമെല്ലാം ഒറ്റ ഷോട്ടിൽ. ഇവിടെ ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ ഇത് സാധാരണ കാണുന്ന ഫാസ്റ്റ് കട്ടുകളിൽ നിന്ന്, വേഗത്തിലുള്ള എഡിറ്റിംഗിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ശരിയാണ്. ലോങ് ടേക്ക് നിങ്ങളെ ആ രംഗത്തിൽ കൂടുതൽ നേരം പിടിച്ചിരുത്തും. ഒരുതരം ഒഴുക്ക്, ഒരു ഫ്ലോ അനുഭവപ്പെടും. കഥാപാത്രങ്ങൾക്കൊപ്പം നമ്മളും സഞ്ചരിക്കുന്നത് പോലെ തോന്നും. ഓക്കെ. അടുത്തത് ഡീപ്പ് ഫോക്കസ്. ഡീപ്പ് ഫോക്കസ് ഇതൊരു ക്യാമറ ടെക്നിക്കാണെന്ന് തോന്നുന്നു. അതെ, ക്യാമറ ടെക്നിക്കാണ്. ഷോട്ടിലെ മുന്നിലുള്ളതും നടുവുള്ളതും പിന്നിലുള്ളതുമായ കാര്യങ്ങളെല്ലാം എല്ലാം ഒരുപോലെ ഫോക്കസിൽ വരുന്ന രീതി, ശരിയല്ലേ? അതെ, അതാണ് ഡീപ്പ് ഫോക്കസ്. ഫോർഗ്രൗണ്ടും മിഡിൽ ഗ്രൗണ്ടും ബാക്ക്ഗ്രൗണ്ടും ഒരേ സമയം ഷാർപ്പായിരിക്കും. ഇതിന്റെ ഗുണം എന്താണ്? ഇതിന്റെ ഒരു ഗുണമെന്നാൽ കാഴ്ചക്കാരനായ നിങ്ങൾക്ക് ആ ഫ്രെയിമിനുള്ളിൽ എവിടെ നോക്കണം എന്ന് തിരഞ്ഞെടുക്കാൻ ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു. ഓഹ്, ഒന്നിലധികം കാര്യങ്ങൾ ഒരേ സമയം പ്രാധാന്യത്തോടെ കാണിക്കാൻ ഇത് സംവിധായകനെ സഹായിക്കുന്നു. ഫോർഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യവും ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന കാര്യവും തമ്മിലുള്ള ബന്ധം ഒറ്റ ഫ്രെയിമിൽ കാണിക്കാം. സിറ്റിസൺ കെയ്നിലെ ആ രംഗം ഓർമ്മ വരുന്നു. കുട്ടി പുറത്തു മഞ്ഞിൽ കളിക്കുമ്പോൾ അകത്തെ ജനലിലൂടെ നോക്കി മാതാപിതാക്കൾ അവന്റെ ഭാവിയെപ്പറ്റി സംസാരിക്കുന്നത് രണ്ടും നല്ല ക്ലിയറായി കാണാം. അതുതന്നെ പെർഫെക്റ്റ് ഉദാഹരണം. ആ രംഗം ഡീപ്പ് ഫോക്കസിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. മുൻനിരയിലെ ആ സംഭാഷണവും പശ്ചാത്തലത്തിലെ ആ കുട്ടിയുടെ കളിയും രണ്ടും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് ആ കഥാസന്ദർഭത്തിൽ. ഇതിനെ വലിയ ചിത്രവുമായി ബന്ധിപ്പിച്ചാൽ ഡീപ്പ് ഫോക്കസ് ഉപയോഗിക്കുന്നതിലൂടെ ഒരൊറ്റ ഷോട്ടിൽ തന്നെ സങ്കീർണമായ ആശയങ്ങളും കഥാപാത്രബന്ധങ്ങളും ചിലപ്പോൾ കോൺട്രാസ്റ്റുകളും കാണിക്കാൻ പറ്റും. ഒരുപാട് ഇൻഫർമേഷൻ ഒരൊറ്റ ഫ്രെയിമിൽ പാക്ക് ചെയ്യാൻ സാധിക്കുന്നു. കൊള്ളാം. ഇനി നമുക്ക് ഷോർട്ട് ടൈപ്സ് ഓഫ് ഷോർട്സിലേക്ക് വരാം. ഒരു സബ്ജക്റ്റിനെ നമ്മൾ എത്ര വലുപ്പത്തിൽ കാണിക്കുന്നു എന്നതിനനുസരിച്ചാണല്ലോ ഇത് മാറുന്നത്. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടവ? അടിസ്ഥാനപരമായി ഒരു 4 തരം ഷോട്ടുകൾ നമ്മൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ. 1. ക്ലോസപ്പ്, ക്ലോസപ്പ് അല്ലെങ്കിൽ CU എന്ന് പറയും. CU ഒരു മുഖം അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വസ്തു മാത്രം ഫ്രെയിമിൽ നിറഞ്ഞു നിൽക്കുന്നത്. കഥാപാത്രത്തിന്റെ വികാരം അത് വളരെ തീവ്രമായി കാണിക്കാൻ ഇത് നല്ലതാണ്. ഒരു കണ്ണുനീർ തുള്ളിക്ക് പോലും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ക്ലോസപ്പിന് കഴിയും. ശരിയാണ്. 2. മീഡിയം ഷോട്ട്, മീഡിയം ഷോട്ട് അല്ലെങ്കിൽ MS. സാധാരണയായി ഒരാളുടെ അരയ്ക്ക് മുകളിലുള്ള ഭാഗം കാണിക്കുന്ന ഷോട്ട്. സംഭാഷണ രംഗങ്ങളിൽ ഇത് ധാരാളം കാണാം. മുഖഭാവത്തിനൊപ്പം കുറച്ച് ബോഡി ലാംഗ്വേജും ഇതിൽ കിട്ടും. കുറച്ചുകൂടി നാച്ചുറൽ ഫീൽ കിട്ടും. കൂടുതൽ സ്വാഭാവികമായി തോന്നുന്ന ഒരു ഷോട്ടാണല്ലേ ഇത്? അതെ. 3. ലോങ് ഷോട്ട്. ലോങ് ഷോട്ട് അല്ലെങ്കിൽ LS. ഒരു മനുഷ്യന്റെ പൂർണ്ണ രൂപവും അയാൾ നിൽക്കുന്ന ചുറ്റുപാടും കാണിക്കുന്ന ഷോട്ട്. ഓക്കെ. കഥാപാത്രവും ആ പരിസരവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. സ്ഥലം എവിടെയാണെന്ന് കാണിക്കാനും ഇത് ഉപയോഗിക്കാം. 4. എക്സ്ട്രീം ലോങ് ഷോട്ട്. എക്സ്ട്രീം ലോങ് ഷോട്ട് അല്ലെങ്കിൽ ELS. വളരെ ദൂരെ നിന്നുള്ളൊരു ഷോട്ട്. ഒരു വലിയ ലാൻഡ്സ്കേപ്പ്, ഒരു വലിയ കെട്ടിടം, അല്ലെങ്കിൽ ഒരു യുദ്ധരംഗത്തിലെ മൊത്തത്തിലുള്ള കാഴ്ചയൊക്കെ കാണിക്കാൻ ഇത് ഉപയോഗിക്കും. സിനിമയുടെ തുടക്കത്തിൽ സ്ഥലം പരിചയപ്പെടുത്തുന്ന എസ്റ്റാബ്ലിഷിംഗ് ഷോട്ടുകളില്ലേ, അത് പലപ്പോഴും ELS ആയിരിക്കും. അപ്പോൾ ഒരു കഥാപാത്രത്തിന്റെ ഭയങ്കരമായ ഒറ്റപ്പെടൽ കാണിക്കാൻ ഒരു ലോങ് ഷോട്ടോ എക്സ്ട്രീം ലോങ് ഷോട്ടോ ഉപയോഗിക്കാമായിരിക്കും അല്ലേ? ചുറ്റുമുള്ള ആ വലിയ ലോകത്തിൽ അയാൾ ഒന്നുമല്ല എന്ന് കാണിക്കാൻ. തീർച്ചയായും. ഇതൊരു പ്രധാന ചോദ്യം ഉയർത്തുന്നു. ഈ ഓരോ ഷോട്ട് തിരഞ്ഞെടുപ്പും വെറുതെയല്ല. അത് നിങ്ങളെ വൈകാരികമായി എങ്ങനെ സ്വാധീനിക്കണം, കഥയുടെ ഏത് ഭാഗത്തിന് പ്രാധാന്യം കൊടുക്കണം എന്നൊക്കെയുള്ള സംവിധായകന്റെ ബോധപൂർവമായ തീരുമാനമാണ്. ഒരു ക്ലോസപ്പ് നൽകുന്ന അടുപ്പമല്ല ഒരു ലോങ് ഷോട്ട് നൽകുന്നത്. ഓരോന്നിനും അതിൻ്റെതായ അർത്ഥമുണ്ട്. ശരിയാണ്. അടുത്തത് സിനിമയുടെ അദൃശ്യകലയെന്ന് പറയുന്ന എഡിറ്റിംഗ്. എഡിറ്റിംഗ് ഷൂട്ട് ചെയ്ത 100 കണക്കിന് 1000 ഷോട്ടുകളിൽ നിന്ന് വേണ്ടത് തിരഞ്ഞെടുത്ത് ഒരു ക്രമത്തിൽ ചേർത്ത് വെച്ച് കഥ പറയുന്ന മാന്ത്രിക വിദ്യ. നന്നായി ചെയ്താൽ നമ്മൾ ശ്രദ്ധിക്കുക പോലുമില്ല. അതെ, അതാണ് അതിന്റെ ഭംഗി. സിനിമയുടെ താളം, ഒഴുക്ക്, വേഗത ഇതെല്ലാം നിർണ്ണയിക്കുന്നത് എഡിറ്റിംഗ് ആണ്. പല രീതികളുണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ക്രോണോളജിക്കൽ എഡിറ്റിംഗ് ആണ് ഏറ്റവും സാധാരണമായത്. അതായത് സംഭവങ്ങൾ നടന്ന ക്രമത്തിൽ തന്നെ ഒന്ന് കഴിഞ്ഞ് അടുത്തത് എന്ന രീതിയിൽ കാണിക്കുന്നത്. ഓക്കെ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ക്രോസ് കട്ടിംഗ് അല്ലെങ്കിൽ പാരലൽ എഡിറ്റിംഗ് ഉണ്ട്. പാരലൽ എഡിറ്റിംഗ്. അതെ, ഒരേ സമയം
രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ മാറി മാറി കാണിക്കുന്നത്. ഓ, ഇത് സസ്പെൻസ് കൂട്ടാൻ കൊള്ളാമല്ലോ. ഒരാള് രക്ഷപ്പെടാൻ ഓടുമ്പോൾ മറ്റൊരിടത്ത് വില്ലൻ പതുങ്ങിയിരിക്കുന്നത് മാറി മാറി കാണിക്കുന്നത് പോലെ. അതുതന്നെ, സസ്പെൻസ് ഉണ്ടാക്കാനും രണ്ട് സംഭവങ്ങൾ തമ്മിലൊരു കാരണഫലബന്ധം കാണിക്കാനുമൊക്കെ ഇത് ഉപയോഗിക്കും. മറ്റൊന്നാണ് മൊണ്ടാഷ്. മൊണ്ടാഷ്. ആ വാക്ക് കേട്ടിട്ടുണ്ട്. ഒരുപാട് സമയം ചുരുക്കി കാണിക്കാൻ, അല്ലെങ്കിൽ ഒരു ആശയം, ഒരു തീം അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വേഗതയേറിയ ചെറിയ ഷോട്ടുകളുടെ ഒരു സീരീസ്. ഉദാഹരണം? റോക്കി സിനിമകളിലെ ട്രെയിനിങ് സീനുകൾ ഓർമ്മയില്ലേ? ആ ഉണ്ട്. അതൊരു ക്ലാസിക് മൊണ്ടാഷാണ്. കുറഞ്ഞ സമയം കൊണ്ട് കഥാപാത്രത്തിന് വന്ന മാറ്റം, ആ വളർച്ച കാണിക്കുന്നു. ശരിയാണ്. പിന്നെ കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് എന്നൊരു സംഭവം പറഞ്ഞല്ലോ നേരത്തെ, അതെന്താണ്? കണ്ടിന്യൂറ്റി എഡിറ്റിംഗ്, അതാണ് നമ്മൾ സാധാരണ കാണുന്ന സിനിമകളിലെ സ്റ്റാൻഡേർഡ് രീതി. ഇൻവിസിബിൾ എഡിറ്റിംഗ് എന്നൊക്കെ പറയും. കഥയുടെ തുടർച്ച നഷ്ടപ്പെടാതെ, പ്രേക്ഷകരെ ആശയക്കുഴപ്പത്തിലാക്കാതെ വളരെ സ്മൂത്തായി ഷോട്ടുകൾ മാറി മാറി വരുന്ന രീതി. കാണുന്നയാൾക്ക് എഡിറ്റിംഗ് നടക്കുന്നൊന്നും തോന്നുകയില്ല. ഇതിന് നിയമങ്ങളൊക്കെ ഉണ്ടോ? ഉണ്ട്. ഇതിന് ചില ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് 180 ഡിഗ്രി റൂൾ. 180 ഡിഗ്രി റൂൾ? അതെ. രണ്ടു പേർ സംസാരിക്കുമ്പോൾ അവർക്കിടയിലൊരു സാങ്കല്പിക രേഖ, ആക്സിസ് ഓഫ് ആക്ഷൻ, സങ്കല്പിക്കുക. ആ രംഗത്തിലെ എല്ലാ ഷോട്ടുകൾക്കും ക്യാമറ എപ്പോഴും ആ രേഖയുടെ ഒരു വശത്ത് തന്നെ നിൽക്കണം. മറ്റേ വശത്തേക്ക് ക്യാമറ ചാടിയാൽ സ്ക്രീനിൽ അവരുടെ സ്ഥാനം തലതിരിഞ്ഞ പോലെ തോന്നും. കാഴ്ചക്കാരന് കൺഫ്യൂഷനാകും. ഓ ശരി. അതുപോലെ 30 ഡിഗ്രി റൂളുണ്ട്. ഒരേ സബ്ജക്റ്റിന്റെ അടുത്തടുത്ത ഷോട്ടുകൾ എടുക്കുമ്പോൾ ക്യാമറ ആംഗിൾ കുറഞ്ഞത് 30 ഡിഗ്രിയെങ്കിലും മാറണം. അല്ലെങ്കിൽ അത് ഒരു ചാട്ടം പോലെ, ഒരു ജംപ് കട്ട് പോലെ തോന്നും. ഇതൊക്കെ കാഴ്ച സുഗമമാക്കാനുള്ള വഴികളാണ്. എന്നാൽ ചിലപ്പോൾ ഈ നിയമങ്ങളൊക്കെ മനഃപൂർവ്വം തെറ്റിക്കുന്ന സിനിമകളും ഉണ്ടല്ലോ, ഈ ജംപ് കട്ടൊക്കെ പോലെ. ഉണ്ടുണ്ട്. കണ്ടിന്യൂറ്റി എഡിറ്റിംഗ് ഒരു സുഗമമായ ഒഴുക്ക് നൽകുമ്പോൾ ചില സംവിധായകർ മനഃപൂർവ്വം ആ ഒഴുക്കിനെ മുറിക്കാൻ ശ്രമിക്കും. അപ്പോഴാണ് ജംപ് കട്ട് വരുന്നത്. അതെങ്ങനെയാണ്? ഒരു ഷോട്ടിനുള്ളിൽ തന്നെയോ അല്ലെങ്കിൽ ഏകദേശം ഒരേപോലുള്ള രണ്ട് ഷോട്ടുകൾക്കിടയിലോ ഒരു പെട്ടെന്നുള്ള, ഒരു പൊരുത്തമില്ലാത്ത ചാട്ടം പോലെ തോന്നിക്കുന്ന കട്ട്. ഇത് പ്രേക്ഷകരിൽ ഒരു അസ്വസ്ഥത ഉണ്ടാക്കാം, അല്ലെങ്കിൽ സമയം പെട്ടെന്ന് കടന്നുപോയെന്ന് കാണിക്കാം. ചിലപ്പോൾ ഒരു സ്റ്റൈലിസ്റ്റിക് ചോയ്സ് ആകാം. ഗൊദാർദിന്റെ ബ്രെത്ത്ലെസ് പോലുള്ള സിനിമകൾ ഇതിന് നല്ല ഉദാഹരണമാണ്. ഓക്കെ. അതുപോലെ മാച്ച് കട്ടുണ്ട്. മാച്ച് കട്ട്. ഇത് രണ്ട് വ്യത്യസ്ത ഷോട്ടുകളിലെ രൂപസാദൃശ്യമുള്ള വസ്തുക്കളെ വെച്ച് കട്ട് ചെയ്യുന്നത്. ഒരു ഷോട്ടിലെ ഒരു ഷേപ്പ് അടുത്ത ഷോട്ടിലെ സമാനമായ ഷേപ്പിലേക്ക് കട്ട് ചെയ്യുന്നു. 2001 എ സ്പേസ് ഒഡിസിയിൽ ആദിമ മനുഷ്യൻ എറിഞ്ഞ എല്ല് കറങ്ങി ബഹിരാകാശ പേടകമായി മാറുന്നത് ഒരു ക്ലാസിക് മാച്ച് കട്ടാണ്. അത് ഓർക്കുന്നുണ്ട്. ഇത് ആശയപരമായി രണ്ട് കാലഘട്ടങ്ങളെ അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങളെ ബന്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോ എഡിറ്റിംഗ് വെറും കട്ട് ചെയ്യൽ മാത്രമല്ല, കഥ പറയാനുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു വലിയ മേഖലയാണ്. തീർച്ചയായും. ഇനി നിറവും ശബ്ദവും, കളർ ആൻഡ് സൗണ്ട്. ആദ്യകാല സിനിമകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നല്ലോ, പക്ഷെ എന്നാലും ചില നിറങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നില്ലേ, ഈ ടിൻഡിങ്ങും ടോണിങ്ങും ഒക്കെ? അതെ, ഉപയോഗിച്ചിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിലും അതിന് കുറച്ച് കളർഫുൾ ആക്കാൻ നോക്കിയിരുന്നു. അതെങ്ങനെയായിരുന്നു? രണ്ട് പ്രധാന രീതികളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ടിൻഡിങ്, ഫിലിം സ്റ്റോക്ക് മുഴുവനായി ഒരു നിറത്തിലുള്ള ഡൈയിൽ മുക്കിയെടുക്കുന്ന രീതി. ഓ. അപ്പോ ആ ഫിലിമിലെ വെളുത്ത ഭാഗങ്ങളെല്ലാം ആ നിറത്തിലാവും. രാത്രി രംഗങ്ങൾക്ക് നീല ടിൻറ്റ്, തീപിടുത്തത്തിന് ചുവപ്പ് ടിൻറ്റ്, പകൽ വെളിച്ചത്തിന് മഞ്ഞ ടിൻറ്റ്, അങ്ങനെയൊക്കെ കൊടുക്കുമായിരുന്നു. ഓക്കെ. മറ്റേത് ടോണിങ്. ഇതില് ഫിലിമിലെ കറുത്ത ഭാഗങ്ങൾക്ക് പകരമാണ് നിറം വരുന്നത്. സിൽവറിന് പകരം കെമിക്കൽ പ്രോസസ്സിലൂടെ ഒരു നിറം കൊടുക്കും. അപ്പോൾ ബ്ലാക്ക് ഭാഗങ്ങൾ ഒരു പ്രത്യേക നിറത്തിൽ കാണും, വെളുത്ത ഭാഗങ്ങൾ വെളുത്തതായി തന്നെയിരിക്കും. ചിലപ്പോൾ ടിൻഡിങ്ങും ടൂണിങ്ങും ഒരുമിച്ച് ഉപയോഗിക്കാറുണ്ടായിരുന്നു. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങൾക്കൊരു പ്രത്യേക മൂഡ് കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടാവുമല്ലേ? ഉറപ്പായും ഒരു ഇമോഷണൽ എഫക്റ്റ് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കളർ ഫിലിമുകൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കുമല്ലോ ഈ പ്രോസസ്. പിന്നല്ലാതെ ആധുനിക കളർ ഫിലിമുകളിൽ, അതായത് ടെക്നിക്കലർ പോലുള്ള സിസ്റ്റംസ് വന്നപ്പോൾ ചുവപ്പ്, പച്ച, നീല നിറങ്ങളെ സെപ്പറേറ്റായി പിടിച്ചെടുക്കാൻ കഴിവുള്ള പല ലെയറുകളുള്ള ഫിലിം സ്റ്റോക്ക് വന്നു. അതുവഴിയാണ് നമ്മൾ ഇന്ന് കാണുന്ന സ്വാഭാവിക നിറങ്ങൾ സിനിമയിൽ കിട്ടിത്തുടങ്ങിയത്. ഓക്കെ. ഇനി ശബ്ദത്തിലേക്ക് വന്നാൽ, ആദ്യകാല സിനിമകൾ നിശബ്ദമായിരുന്നല്ലോ, സൈലന്റ് ഫിലിംസ്. അതെ, പക്ഷേ പൂർണ്ണമായും നിശബ്ദമായിരുന്നില്ല പ്രദർശനം. തിയേറ്ററിൽ ലൈവ് മ്യൂസിക് ഉണ്ടാകുമായിരുന്നു, അല്ലേ? ശരിയാണ്. ഒരു പിയാനോ പ്ലെയറോ ചെറിയ ഓർക്കസ്ട്രയോ ഒക്കെ സിനിമയോടൊപ്പം ലൈവായി പെർഫോം ചെയ്യും.
ചിലപ്പോൾ സൗണ്ട് എഫക്ട്സ് ഉണ്ടാക്കാൻ ആളുകൾ വരെ ഉണ്ടാകുമായിരുന്നു. ഇൻട്രസ്റ്റിംഗ്. പക്ഷെ സിനിമയിൽ തന്നെ റെക്കോർഡ് ചെയ്ത സംഭാഷണങ്ങളും പാട്ടുകളും വന്നത് ടോക്കീസ് വന്നതോടെയാണ്. ടോക്കീസ്. അതെ, 1927 ഇറങ്ങിയ ദി ജാസ് സിംഗർ എന്ന സിനിമയുടെ വിജയം ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കി. അതിൽ കുറച്ചു സംഭാഷണങ്ങളും പാട്ടുകളും സിങ്ക്രണൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതോടെ കാര്യങ്ങൾ മാറിയല്ലേ? മൊത്തത്തിൽ മാറി. ഇവിടെ ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ ശബ്ദം വന്നതോടെ സിനിമ കൂടുതൽ റിയാലിസ്റ്റിക്കായി, സംഭാഷണങ്ങൾക്ക് വലിയ പ്രാധാന്യം വന്നു. അതോടെ അഭിനയശൈലി മാറി, കാരണം ഡയലോഗ് ഡെലിവറി പ്രധാനമായി. ക്യാമറകൾ സൗണ്ട് പ്രൂഫ് ബ്ലിമ്പുകളിൽ വെക്കേണ്ടി വന്നു, കാരണം ആദ്യകാല ക്യാമറകൾ ഭയങ്കര ഒച്ചയുണ്ടാക്കുമായിരുന്നു. ഓഹോ. ഇത് ഹോളിവുഡിനെയും ലോകമെമ്പാടുമുള്ള സിനിമാ വ്യവസായങ്ങളെയും അടിമുടിമാറ്റിമറിച്ചു. പ്രത്യേകിച്ചും പാട്ടുകൾക്ക് വലിയ പ്രാധാന്യമുള്ള ഇന്ത്യൻ സിനിമയെ ഇത് എത്രമാത്രം സ്വാധീനിച്ചു എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. തീർച്ചയായും. പാട്ടുകൾ നമ്മുടെ സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായത് ഒരുപക്ഷേ ഈ ടോക്കികളുടെ വലവോടെ ആവാം. സാധ്യതയുണ്ട്. ഇനി ഒരു സിനിമയുടെ നിർമ്മാണ ഘട്ടങ്ങളെക്കുറിച്ചും പിന്നെ ഈ സെൻസർഷിപ്പിനെക്കുറിച്ചും ഒന്ന് ചുരുക്കി പറയാം. ഒരു സിനിമ സ്ക്രീനിൽ എത്തുന്നത് വരെയുള്ള യാത്ര എങ്ങനെയാണ്? അതിന് നമുക്ക് ഒരു 5 പ്രധാന ഘട്ടങ്ങളായി തിരിക്കാം. ഓക്കെ. ഒന്നാമത്തേത് ഡെവലപ്മെന്റ്. ആശയം കണ്ടെത്തുന്നു, തിരക്കഥ എഴുതുന്നു, ഈ പ്രൊജക്റ്റിനു വേണ്ട പണം കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഡെവലപ്മെന്റ് സ്റ്റേജ്. റൈറ്റ്. രണ്ടാമത്തേത് പ്രീ പ്രൊഡക്ഷൻ. ഷൂട്ടിങ്ങിനു മുൻപുള്ള പ്ലാനിംഗ് മുഴുവൻ ഇവിടെയാണ്. നടീനടന്മാരെ തീരുമാനിക്കുക, കാസ്റ്റിംഗ്, ലൊക്കേഷൻ കണ്ടെത്തുക, ഷൂട്ടിംഗ് ഷെഡ്യൂൾ ഉണ്ടാക്കുക, സ്റ്റോറി ബോർഡ് വരയ്ക്കുക, അങ്ങനെ എല്ലാ തയ്യാറെടുപ്പുകളും. ഓക്കെ, പ്ലാനിംഗ് സ്റ്റേജ്. അതെ. മൂന്നാമത്തേതാണ് പ്രൊഡക്ഷൻ. യഥാർത്ഥ ഷൂട്ടിംഗ് നടക്കുന്ന സമയം. ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന, ഏറ്റവും ചെലവേറിയ ഘട്ടം ഇതായിരിക്കും സാധാരണ. ഷൂട്ടിംഗ്. നാലാമത്തേത് പോസ്റ്റ് പ്രൊഡക്ഷൻ. ഷൂട്ടിംഗ് കഴിഞ്ഞുള്ള ജോലികൾ. എഡിറ്റിംഗ് ഒക്കെ. അതെ. എഡിറ്റിംഗ്, സൗണ്ട് മിക്സിംഗ്, മ്യൂസിക് സ്കോറിംഗ്, വിഷ്വൽ എഫക്ട്സ്, VFX, കളർ കറക്ഷൻ, ഇതെല്ലാം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് വരുന്നത്. ഓക്കെ. അവസാനത്തേത്, അഞ്ചാമത്തേത് ഡിസ്ട്രിബ്യൂഷൻ. സിനിമ പൂർത്തിയായി കഴിഞ്ഞാൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പരിപാടി. തിയേറ്ററിൽ റിലീസ് ചെയ്യുക, മാർക്കറ്റിംഗ് ചെയ്യുക, TV റൈറ്റ്സ് സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിൽ കൊടുക്കുക, അതൊക്കെ. അപ്പോൾ ഇതാണ് ഒരു സിനിമയുടെ ലൈഫ് സൈക്കിൾ. ഒരു ബേസിക് ഔട്ട്ലൈൻ. ഇന്ത്യയിലെ സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ സെൻസർ ബോർഡിന്റെ ഒരു സർട്ടിഫിക്കറ്റ് വേണമല്ലോ. അതെന്താണ് സംഭവം? ഇന്ത്യയിൽ സിനിമകൾ പൊതുപ്രദർശനത്തിന് യോഗ്യമാണോ എന്ന് പരിശോധിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്ന സ്ഥാപനമാണ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ, CBFC. CBFC. അവർ സിനിമയുടെ ഉള്ളടക്കം പരിശോധിച്ച് അത് ഏതു തരം പ്രേക്ഷകർക്ക് കാണാൻ അനുയോജ്യമാണ് എന്നതിനനുസരിച്ച് സർട്ടിഫിക്കറ്റ് നൽകും. ഏതൊക്കെ തരം സർട്ടിഫിക്കറ്റുകളുണ്ട്? പ്രധാനമായും 4 തരം സർട്ടിഫിക്കറ്റുകളാണുള്ളത്. U, അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ, അതായത് ആർക്കും കാണാം പ്രായഭേദമന്യേ. UA, അൺറെസ്ട്രിക്റ്റഡ് പബ്ലിക് എക്സിബിഷൻ ബട്ട് വിത്ത് എ കോഷൻ ഫോർ പേരന്റൽ ഗൈഡൻസ് ഫോർ ചിൽഡ്രൻ ബിലോ 12 ഇയേഴ്സ്, അതായത് 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാതാപിതാക്കളുടെ മാർഗനിർദ്ദേശത്തോടെ കാണാം. A, റെസ്ട്രിക്റ്റഡ് ടു അഡൾട്ട്സ്, അതായത് 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാവുന്നത്. S, റെസ്ട്രിക്റ്റഡ് ടു സ്പെഷ്യൽ ക്ലാസ് ഓഫ് പേഴ്സൺസ്. ഇത് വളരെ റെയറാണ്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ തുടങ്ങിയ പ്രത്യേക പ്രൊഫഷണൽ ഗ്രൂപ്പുകൾക്ക് മാത്രം കാണാനുള്ള സിനിമകൾക്ക് കൊടുക്കുന്നതാണ്. ഓക്കെ. അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ പറ്റൂ? അതെ. CBFCയുടെ ചുമതല സിനിമയെ വിലയിരുത്തി ഈ കാറ്റഗറികളിൽ ഏതിലെങ്കിലും ഒന്നിൽ പെടുത്തി സർട്ടിഫിക്കേഷൻ നൽകുക എന്നതാണ്. ക്ലിയർ. അപ്പം നമ്മൾ ഇന്ന് ശരിക്കും സിനിമയുടെ ഭാഷയിലെ ഒരുപാട് അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് ഓടിച്ചു നോക്കി, അല്ലേ? മീസാൻസിൻ എന്ന മൊത്തത്തിലുള്ള ദൃശ്യലോകം തൊട്ട് ലോങ് ടേക്ക്, ഡീപ്പ് ഫോക്കസ് പോലുള്ള ടെക്നിക്കുകൾ, പലതരം ഷോട്ടുകൾ, അവയുടെ ഉപയോഗം. അതെ. പിന്നെ എഡിറ്റിംഗിലെ ചില കളികൾ, ക്രോസ് കട്ടിംഗ്, മൊണ്ടാജ്, കണ്ടിന്യൂറ്റി നിയമങ്ങൾ, 180 ഡിഗ്രി റൂൾ. ഓക്കെ. അതെ. പിന്നെ നിറവും ശബ്ദവും എങ്ങനെ സിനിമയുടെ ഭാഗമായി. അവസാനം ഒരു സിനിമയുടെ ജനനം മുതൽ പ്രദർശനം വരെയുള്ള യാത്രയും സെൻസർഷിപ്പും വരെ. ഒരുവിധം ബേസിക്സ് എല്ലാം കവർ ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? നമ്മൾ ഈ സംസാരിച്ചതൊക്കെ കേട്ടിട്ട് നിങ്ങൾ അടുത്ത തവണ ഒരു സിനിമ കാണുമ്പോൾ ഒരുപക്ഷെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കാൻ ശ്രമിക്കാം. തീർച്ചയായും. എന്തുകൊണ്ട് ക്യാമറ ഇവിടെ വെച്ചു? എന്തിനാണ് ഈ ലൈറ്റ് ഇങ്ങനെ ഉപയോഗിച്ചത്? ഈ എഡിറ്റിംഗ് എന്ത് ഫീലാണ് തരുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ സിനിമ കുറച്ചുകൂടി ആഴത്തിൽ ആസ്വദിക്കാൻ പറ്റിയേക്കും. ഉറപ്പായും. വെറുമൊരു കഥ കാണുന്നതിനപ്പുറം അതെങ്ങനെ പറയുന്നു എന്നും കൂടി ശ്രദ്ധിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതെ. വെറുമൊരു കാഴ്ചക്കാരൻ എന്നതിലുപരി
സിനിമയുടെ ആ ഭാഷ മനസ്സിലാക്കുന്ന ഒരാളായി നിങ്ങൾക്ക് മാറാൻ സാധിക്കും. തീർച്ചയായും. ഒരു അവസാന ചിന്ത കൂടി ഞാൻ പങ്കുവച്ചോട്ടെ. ആ, പറയൂ. നമ്മൾ ഈ പറഞ്ഞ ടെക്നിക്കുകൾക്കും വാക്കുകൾക്കും നിയമങ്ങൾക്കുമൊക്കെ അപ്പുറം ഒരു കാര്യം കൂടിയുണ്ട്. ഒരു സിനിമ ഉണ്ടാക്കപ്പെട്ട സാമൂഹിക സാംസ്കാരിക സാഹചര്യം, അതായത് കൾച്ചറൽ കോണ്ടെക്സ്റ്റ്, അത് ആ സിനിമയുടെ അർത്ഥത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടാവാം. നല്ല ചോദ്യമാണ്. ഒരേ ടെക്നിക്ക് ഉപയോഗിച്ചൊരു ഷോട്ട് പോലും അത് അമേരിക്കയിൽ ഉണ്ടാക്കി കാണുന്നതും ഇന്ത്യയിൽ ഉണ്ടാക്കി കാണുന്നതും ഒരുപോലെ ആയിരിക്കുമോ അതിന്റെ ഇമ്പാക്റ്റ്? അല്ലെങ്കിൽ ഒരു 50 വർഷം മുൻപിറങ്ങിയ സിനിമയിലൊരു ടെക്നിക്ക് ഇന്ന് നമ്മൾ കാണുമ്പോൾ അതിന്റെ അർത്ഥം മാറുന്നുണ്ടോ? ശരിയാണ്. കാലവും സ്ഥലവും അനുസരിച്ച് വ്യാഖ്യാനങ്ങൾ മാറാമല്ലോ. ഒരുപോലെ പ്രധാനം. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ സംഭാഷണം നിർത്താമല്ലേ? ഓക്കെ. ഈ സിനിമാ ഭാഷയിലേക്കുള്ള യാത്രയിൽ ഞങ്ങളോടൊപ്പം വന്നതിന് എല്ലാവർക്കും നന്ദി. അടുത്ത തവണ കാണാം.